ഇപ്പോൾ ചെറിയ കുട്ടികളിൽ ഓട്ടിസം പോലെയുള്ള ലക്ഷണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. പക്ഷേ എല്ലാ കേസുകളും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അല്ല. Hello everyone, I am Dr. Renimol Kurian, occupational therapist, Miracle Child Development and Rehabilitation Center, Rani. മുൻകാലങ്ങളിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഏർപ്പെട്ടിരുന്നത് കളികളിലാണ്. പലതരം കളികളുണ്ട്, ഇൻഡോർ ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അങ്ങനെ പലതരം. എന്നാൽ ഇന്നത്തെ ജനറേഷനിൽ ലൈഫ് സ്റ്റൈൽ വന്നപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ സ്ക്രീനുമായിട്ടാണ് എൻഗേജ് ചെയ്യുന്നത്. സ്ക്രീൻ എക്സ്പോഷർ കുഞ്ഞുങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ടോ? യെസ്, കുഞ്ഞുങ്ങളെ സ്ക്രീൻ എക്സ്പോഷർ ബാധിക്കുന്നുണ്ട്. ഇത് എങ്ങനെ തിരിച്ചറിയാം? കുട്ടികൾ എത്ര സമയം ഫോണുമായി ഇടപഴകുന്നു എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾ 1 hour ഫോൺ യൂസ് ചെയ്യാം, ചില കുട്ടികൾ ഒന്നിൽ കൂടുതൽ. കുട്ടികൾ സ്ക്രീനുമായി കൂടുതലായി ഇടപഴകുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് നമുക്ക് നോട്ടീസ് ചെയ്യാം? കുഞ്ഞുങ്ങളിലുള്ള ലാംഗ്വേജ് ഡിലേ, സ്പീച്ച് ഡിലേ എന്ന് പറയും, അത് നമുക്ക് നോട്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ മുഴുകിയിരിക്കുക, പേര് വിളിച്ചാൽ ശ്രദ്ധിക്കാതെ ഇരിക്കുക, അവരുടെ കമ്മ്യൂണിക്കേഷനിലുള്ള ഡിലേ, ഇതെല്ലാം അതുമായിട്ട് ബേസ് ചെയ്തിരിക്കും. ഇങ്ങനെ സ്ക്രീനുമായി കൂടുതൽ ഇടപഴകുന്ന കുട്ടികളിൽ സോഷ്യൽ വിഡ്രോവൽ കൂടുതലായി കാണപ്പെടുന്നു. ഈ സിംറ്റംസ് എല്ലാം ബേസ് ചെയ്ത് ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ട് എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല. എന്താണ് വെർച്വൽ ഓട്ടിസം? വെർച്വൽ ഓട്ടിസം കൂടുതലായുള്ള സ്ക്രീൻ ടൈം എക്സ്പോഷർ മൂലം കുട്ടികളിൽ ഉണ്ടാകാവുന്ന ഡെവലപ്മെന്റൽ ഡിലീസ് ആണ്. കുഞ്ഞുങ്ങൾ കൂടുതലായി സ്ക്രീൻ ഉപയോഗിക്കുന്നത് കാരണം മറ്റുള്ള നോർമൽ ആൾക്കാരുമായുള്ള കമ്മ്യൂണിക്കേഷൻ അതിൽ കുറയുകയും 1 time കമ്മ്യൂണിക്കേഷൻ മാത്രം എത്തിപ്പെടുകയും ചെയ്യുന്നു. ഫോൺ എന്താണ് കുട്ടികളോട് പറയുന്നത് അത് മാത്രം അവരിലേക്ക് എത്തിപ്പെടുന്നു. പകരം 2 way ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ഇല്ലാതാവുകയും കുഞ്ഞിന്റെ വായിൽ നിന്ന് വരുന്ന വെർബൽ ഔട്ട്പുട്ട് കുറയുകയും ചെയ്യുന്നു. അടുത്തൊരു സിംറ്റമാണ് പുവർ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഫോണുമായി കുഞ്ഞ് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് ഒബ്ജക്റ്റ് ടു ഐ കോണ്ടാക്ട് ആണ്. ഡയറക്റ്റ് ഒരു ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അത് ഐ ടു ഐ കോണ്ടാക്ട് ആണ് വരുന്നത്. ഈ ഐ ടു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. അതിനോട് തുടർന്ന് തന്നെ ആൾക്കാരുമായി ഇടപഴകുക മുതലായ കാര്യങ്ങളിൽ പ്രശ്നം കാണുന്നു. അടുത്ത ഒരു സിംറ്റം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ സ്ക്രീനുമായി കൂടുതൽ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ റിയൽ എൻവയോൺമെന്റുമായിട്ടുള്ള അട്രാക്ഷൻ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം സ്ക്രീൻ എപ്പോഴും നല്ല വിഷ്വലി അട്രാക്റ്റീവും ഓഡിറ്ററിലി നല്ല സൗണ്ട്സ് ഉള്ളതും കൊണ്ടും കുഞ്ഞുങ്ങൾക്ക് കൂടുതലും ഫോണുമായിട്ടായിരിക്കും അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്. എന്നാൽ റിയൽ ലൈഫിലുള്ള എൻവയോൺമെന്റ് അങ്ങനെയല്ല. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഫോൺ പെട്ടെന്ന് എടുത്ത് മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സ്ക്രീൻ ടൈമിന്റെ ഹാങ് ഓവർ ആ കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീൻസ് എന്ന് പറയുമ്പോൾ അതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സും നല്ല ഓഡിറ്ററിലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് സ്ക്രീൻസ് സൃഷ്ടിക്കുന്നത്. എന്നാൽ റിയൽ ലൈഫ് എൻവയോൺമെന്റ് ഇത്രയും അട്രാക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതിനെ തുടർന്ന് കുഞ്ഞുങ്ങൾ നേരത്തെ കണ്ടിരുന്ന സ്ക്രീനിൽ നിന്നും കാര്യങ്ങൾ റീവൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യക്ഷതയിൽ ആ കുഞ്ഞ് ഈ അവൈലബിൾ അല്ലാത്തതുപോലെ സ്റ്റെയർ ചെയ്തിരിക്കുക മുതലായ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാൻ സാധിക്കും. ഈ സിംറ്റംസ് എല്ലാം കൊണ്ട് ഇതൊരു ക്ലാസിക് ഓട്ടിസം ആണ് എന്ന് പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കില്ല. കൂടുതലായും സ്ക്രീൻ ടൈം എക്സ്പോഷർ ഉള്ള കുഞ്ഞുങ്ങളിൽ ക്ലാസിക് ഓട്ടിസത്തിന്റെ ഫീച്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. എന്നാൽ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു എക്സ്പോഷർ ഇല്ലായ്മ കൊണ്ട് വരികയും എന്നാൽ തുടർന്ന് അവരെ തിരിച്ച് പ്ലേ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുകയും സ്പീച്ച് സ്റ്റിമുലേഷൻ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ആണ്.